ഇന്ന് കാറ് കൊണ്ടുവരാന്ന് പറഞ്ഞിരുന്നു. ആണോ ചേച്ചി? പിന്നെ വരാം. ഹായ്, ഇത് നമ്മുടെ കാറാണോ സുഖേട്ടാ? അയ്യോ എനിക്ക് സന്തോഷായി. മോളെ നമ്മുടെ കാറാ. എന്തിനാ ഗേറ്റ് തുറക്കുന്നേ? അകത്ത് കയറ്റണ്ട, കുറച്ചേരം വെളിയിൽ കിടക്കട്ടെ, നാലാള് കാണട്ടെ സുഖേട്ടാ നമ്മുടെ കാറ്. അസലായിരിക്കുന്നു. അതൊന്നും തരണ്ട. വണ്ടി അകത്ത് വേണ്ട, മേസ്തിരി ഇറങ്ങിക്കോ. ഞങ്ങള് പുതിയ കാറ് വാങ്ങി. പുതിയതല്ല, അങ്ങനെ പറഞ്ഞാ മതി. പുതിയതോ? ഇതോ? അതെ, പുതിയ ഏത് കാറിനേക്കാളും ഉറപ്പുള്ള വണ്ടിയാ അത്. മാത്രല്ല ഇതിന്റെ ബ്രേക്ക് ചവിട്ടിയാ ചവിട്ടോർത്ത് നിൽക്കും. പിന്നെ മറ്റുള്ള വണ്ടിയൊക്കെ ഇവിടെ ബ്രേക്ക് ചവിട്ടി. താൻ ഏതാ? ഈ തല്ലിപ്പൊളി വണ്ടി എഞ്ചിനീയറുടെ തലയിൽ കെട്ടിവെക്കാൻ വന്ന ബ്രോക്കർ ആയിരിക്കും. ബ്രോക്കറോ? ഞാനോ? ആരാ എഞ്ചിനീയർ? മേസ്തിരി വണ്ടി എടുത്ത് അകത്തിടും. സാറിന് ആരെങ്കിലും ചുമ്മാ തന്നായിരിക്കും അല്ലേ? ചുമ്മാ തരേ. ഇതേത് മോഡലാണെന്ന് അറിയോ? ദേ സൂക്ഷിച്ച് സംസാരിച്ചില്ല എന്റെ വിധം മാറും. ആളാരാണെന്നൊന്നും ഞാൻ നോക്കൂല. മൈൻഡ് യുവർ വേർഡ്സ്, ഓക്കേ? ഒന്ന് പോയേ. ആരാ ഇയാള്? എന്നെ നിനക്ക് മനസ്സിലായിട്ടില്ലല്ലേ? ഒറ്റയടിക്ക് 14 കഷ്ണാക്കി കളയും ഞാൻ. വെരലി കൊണ്ട് സംസാരിക്കുന്നു. പഠിച്ചിട്ടുള്ള ആളാ. എന്ത് വരാട്ടെ, അതാള് വീട്ടിൽ മതി. എന്നാലും ക്ഷമിച്ചുകളാ. മേസ്ത്രി വണ്ടി എടുത്ത് അകത്തിടും, എന്നിട്ട് കാലത്ത് വാ, എനിക്ക് ഉടനെ ഡ്രൈവിംഗ് പഠിക്കണം. അതൊക്കെ ഞാനേറ്റ്. ഈ മാതിരി ആളുകൾ നമുക്ക് പറ്റൂല. அடுத்து என்ன சமைக்க சொல்லுங்க. இல்ல சொந்த வீடு வாங்க സുഖേട്ടാ, സുഖേട്ടാ. சப்டைட்டில் ഇപ്പോഴാ ഈ രാത്രിയിൽ ഏതെങ്കിലും ഇംഗ്ലീഷ് മീഡിയം തുറന്നു വെച്ചിട്ടുണ്ടാവോ? ஏமாண்டா കാര്യമല്ല, അടുത്ത ജൂണിൽ அந்த பொண்ணு வேற ட்ரெஸ் போட்டுருந்தால ஸ்கூல் யூனிஃபார்ம். സമയം കിടക്കില്ല. கிரீன் கலர் ഞാനങ്ങ് പേടിച്ചു പോയി. മോളെ ഇനി മലയാളം പഠിപ്പിക്കേ വേണ്ട, ഹിന്ദി ഇംഗ്ലീഷ് മാത്രം മതി. എന്റെ അച്ഛൻ എന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കാത്തതിന്റെ ദുഃഖം ഞാൻ അനുഭവിച്ചോണ്ടിരിക്കുക. എന്റെ മോക്ക് എന്റെ ഗതി വരരുത്. ഏത് ഭാഷയും പഠിക്കുന്നത് നല്ലതാണ്, പക്ഷെ ഇംഗ്ലീഷ് മാത്രം പഠിച്ച് അമേരിക്കക്കാരൻ എഴുതിയ നോവലും കക്ഷത്ത് വെച്ച് നടക്കുന്നത് ബുദ്ധിയുടെ ലക്ഷണമൊന്നല്ല. മലയാളവും പഠിക്കണം. നമ്മൾ ആരാണെന്ന് നമുക്കറിയാൻ അത് വളരെ അത്യാവശ്യം. വേണ്ട, എന്റെ മോൾ ഇംഗ്ലീഷ് പഠിച്ചാ മതി. എനിക്ക് ഉറക്കം വരുന്നു, നമുക്ക് പിന്നെ സംസാരിക്കാം. ലൈറ്റ് അണക്കി. திரும்ப அதே இதுடா மூணாவதா வந்து போல. ஆனாச்சு. இதா നിർത്ത്. இவரா போல லாஸ்டா வந்ததா? സ്കൂളിൽ കിട്ടുമോ? മോളെ നമുക്കിന്ന് കാറിൽ സ്കൂളിൽ വിടാ സുഖേട്ടാ. ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോവാ. അവളുടെ ആശയല്ലേ? സമയമില്ലെന്നേ. ഓ മേസ്തിരി ഇറങ്ങി. அவுட்தான் ஓ அப்படிதான் உள்ள போன போதுடா. 2 சீட்டர் 2 டோர் ஜிடிஏல சரி பப்ஜில ஒரு கார் மாதிரி. பழைய மாடல். எது பழைய மாடல்? അവേ പണിരിക്കാങ്ങടാ. എടുത്തോട്ട് പോട്ടെ മേസ്തിരി. മോളുടെ സ്കൂളിലേക്ക് വലത്തോട്ടല്ലേ പോണ്ടത്? നമുക്ക് എടുത്തോട്ട് വിട്ട് ചുറ്റി സ്കൂളിലെത്താം. എന്തിനാ അങ്ങനെ ചുറ്റുന്നത്? കാര്യമുണ്ട് സുഖേട്ടാ, നമ്മുടെ വണ്ടി ഞാൻ ആദ്യമായിട്ട് കയറുമല്ലേ. എവിടെ കാണുന്നു? പോട്ടെ മേസ്ത്രി. ഇടത്തോട്ടോ വലത്തോട്ടോ? എടുത്തോട്ട് തന്നെ. ആ പോട്ടെ. ஓ வீட் சைடு போட்டு മേസ്ത്രി ആ കട. കട. എന്തിന്? എന്നാ കട? அவங்க தம்பி கடைடா. നിർത്താതെ. ഇവിടെ തന്നെ. എന്തിനാ? ഒരു മിനിറ്റ് സുഖേട്ടാ, എന്ത്? ഒന്ന് ഇറങ്ങി. എന്തിനാണെന്ന്? ഒന്ന് ഇറങ്ങി സുഖേട്ടാ. ഇറങ്ങു മോളെ. മോഹനം നോക്കുന്നുണ്ട്. നോക്കട്ടെ. വാ. മൂക്കൊന്ന് അളവെടുക്കണം ഉടുപ്പ് വയ്ക്കാൻ. ആ. ബാഗ് താ. ஜேரம் சமம். ആ മതി. കാഞ്ചന സമയമില്ലട്ടാ. കുറച്ച് കാത്തു നിന്നൂടെ? ബസ്സല്ലല്ലോ ഇത്, നമ്മുടെ കാറല്ലേ. നമ്മള് കാശ് കൊടുത്ത് വാങ്ങിച്ച നമ്മുടെ കാറിന് എന്നെ കുറച്ച് വെയിറ്റ് ചെയ്യാം. സാറിന് അഞ്ചനല്ലേ? മമ്മി ദാ ചെറിയച്ഛൻ മിണ്ടായിരിക്കും അവിടെ. തുണി എവിടെ? തുണി തുണി ഇപ്പൊ കൊണ്ടുവരാം. சும்மாடா வெறுப்பேத்து. തുണിയെ കൊടുക്കാമ அது ഇനി വണ്ടി വിട്ടോ. നമ്മൾ തോറ്റുപോയിട്ടില്ലെന്ന് അറിയട്ടെ. സ്വന്തം കാറും ഒക്കെ ആയി സുഖമായിട്ടാ ജീവിക്കുന്നെന്ന് മനസ്സിലാക്കട്ടെ. நினைச்சடா. സ്റ്റാർട്ടാവുന്നില്ല. സ്റ്റാർട്ട് ആവാൻ ഞാൻ നാണക്കേടാ. ഞാനിപ്പോ എന്ത് ചെയ്യാനാണ്? ഒരു രക്ഷയില്ല. ഇറങ്ങി തള്ളണ്ടേ തന്നെ വരും. ஐயோ എന്തായാലും തള്ളണം. എന്ത് പണ്ടാരത്താണ് ഇവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയത്? ആരെയാണോ കണിയേണ്ടത്? ചേച്ചും കൂടി ഇറങ്ങി തള്ളണ്ടേ വരുന്നാ തോന്നണേ. പറ്റില്ല, അങ്ങനെ നാണക്കേടാ എനിക്ക് വയ്യ.
നല്ലപോലെ ആഞ്ഞി തള്ളു സാറേ. സൂപ്പർവൈസർ സുകുമാരനോട് വന്നോ? ഇല്ല സർ. ഇല്ലേ? ഇല്ല, വന്നില്ല. മേസ്ത്രിയോ? രണ്ടുപേരും കണ്ടില്ല. യൂസ്ലെസ് ഫെലോസ്. ഒരു ഉത്തരവാദിത്വ ബോധമില്ല. 100 കൂട്ടം പ്രശ്നങ്ങളുള്ള ദിവസമാണ്. യവന്മാർ ഇത് എവിടെ പോയി കിടക്കുന്നു? സ്റ്റാറിങ് നേരെ പിടിക്കും. ഇതൊന്നും നേരെ പിടിക്കാൻ ആർക്കും വല്ലതും കൊടുക്കണം. സാറേ അനാവശ്യമായിട്ട് സ്റ്റാറിങ് അങ്ങോട്ട് പിടിക്കരുത്. കുഴി ഒരു ചെറിയ കുഴിയുണ്ട്, പേടിച്ചാ വലിയ കുഴി വന്നാൽ എന്ത് ചെയ്യും? ആ സെക്കൻഡിലിടും കാണത്തെ. ഇതെന്തൊക്കെ പറിച്ചിട്ടാണ് പരിപാടിയാ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗിയർ മാറുമ്പോ ക്ലച്ച് അമർത്തണമെന്ന്. അപ്പൊ ആക്സിലേറ്ററോ? അത് പിന്നല്ലേ. നടുവിലുള്ളതാണോ ക്ലച്ച്? എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് താഴോട്ട് നോക്കരുതെന്ന്. പിന്നെ ക്ലച്ച് ഏതാണെന്ന് അറിയണ്ടേ? ക്ലച്ച് നിങ്ങളെ കാലിന്റെ ലെഫ്റ്റ് ആണ് ഞാൻ പറഞ്ഞില്ലേ. ഓ അത് ശരി. അപ്പൊ ക്ലച്ച് ഇടുമ്പോ ഗിയർ അമർത്തണം അല്ലേ? ഒന്നാം ഘട്ട ക്ലച്ച് കുഴിച്ചിടുമ്പോ ഗിയർ വലിച്ചൂരി എടുക്കണം. അപ്പൊ ബ്രേക്കോ? ബ്രേക്ക് ഇടുന്നതെല്ലാം കൂടി പണ്ടാണ് അടിക്കാൻ ശേഷം. ഇത്ര ബുദ്ധിയില്ലാത്തൊരു മനുഷ്യൻ എങ്ങനെ പഠിപ്പിച്ചെടുക്കാനാ? അധികം ചൂടാവൊന്നും വേണ്ട. JK കൺസ്ട്രക്ഷൻസിലെ ഒരു സൂപ്പർവൈസറാണ് ഞാൻ. താൻ എന്റെ കീഴിൽ പണിയെടുക്കുന്ന വെറും ഒരു മേസ്ത്രി, അത് മറക്കരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ അങ്ങോട്ട് ഓടിച്ചോളൂ. നിങ്ങളോ? അല്ല സാറിന് തോന്നിയല്ല അങ്ങ് ഓടിച്ചോ. ഞാൻ ഓടിക്കും. ഞാൻ Supervisor പഠിച്ചതാ. യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ അല്ല സാറ് തന്നെ അങ്ങോട്ട് ഓടിച്ചോ. ആ ഞാൻ ഓടിക്കാം. பாலிடெக்னிக் தான் வச்சிருந்தாங்கல. அப்போ இன்ஜினியரிங் கணக்குல. ஐயோ ഹാൻഡ് ബ്രേക്കിൽ ഇരിക്കുമാടാ. മനുഷ്യനെ കൊല്ലാൻ കൊണ്ടുപോവാ. ബ്രേക്ക് ഔട്ട് ചെയ്ത് ബ്രേക്കിന്റെ ഞാൻ ഔട്ടിക്കോളാം. എവിടത്തേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്? പതുക്കെ பாட்டு ஒரு காரை வாங்க வச்சு தலையில നിങ്ങളുടെ വിടാതാ. സന്തോഷം. സാറേ എത്ര ദിവസം കിടക്കേണ്ടി വരും? ഡോക്ടർ പറയും. മതി, തിരക്കില്ല. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. അല്ല മീൽസ് ഒക്കെ ഇവിടെ സപ്ലൈ ഇല്ലേ? ഊണേ ஒரே ஒரு நாள் அவரோட JK கன்ஸ்ட்ரக்ஷன் ஓனர் இருக்காரு. நிலைமைய பார்த்தா ஓகே இதனால தான் வரலன்னு நினைச்சுப்பாரு. അതുകൊണ്ട് ഈ യന്ത്രത്തിന്റെ അങ്ങനെ സംഭവിച്ചാ കർത്താവ് കാത്തു. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വിവരം അറിഞ്ഞത്. ഉടനെ കാർ അടിച്ച സ്ഥലത്ത് ഇങ്ങോട്ട് ഫോൺ ചെയ്തപ്പോ കുഴപ്പമില്ല എന്നറിഞ്ഞു. ആ ഇടിച്ച കാറ് കണ്ടാൽ അതിനകത്ത് ഇരിപ്പുണ്ടായിരുന്നവരെല്ലാം ചത്തിട്ടുണ്ടെന്നേ വിചാരിക്കുള്ളൂ. അങ്ങനെ ചത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോളനിക്കാർക്ക് അനുശോചനം രേഖപ്പെടുത്താൻ വേണ്ടി കറുത്ത തുണി മേടിക്കാൻ പോയിരിക്കുക സുലോചന. അതിപ്പോ വേസ്റ്റായി. ഇടിച്ചതേ ഒരു അഡ്വക്കേറ്റിന്റെ വീടായിരുന്നു. അയാള് ലോ പോയിന്റ് പറയാ. അയാളെ മനഃപൂർവ്വം കൊല്ലാൻ വേണ്ടി മതിൽ ഇടിച്ചു പൊളിച്ച് കാർ അകത്ത് കയറ്റിയതാണെന്ന്. കോടതി പോവാതിരിക്കാൻ 5000 രൂപ ചോദിച്ചു. മതിലിന് 4000 വേറെ രൂപ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. ഈ 9000? അതെ, കൂടുതൽ കുഴപ്പങ്ങളില്ലാതെ കേസ് കൊടുക്കുന്നതല്ലേ നല്ലത്. കൊല്ലാൻ ശ്രമിച്ചതാണെന്നൊക്കെ പറഞ്ഞ ചിലപ്പോ അഴി എണ്ണണ്ട വരും. ഒരു 10-10000 രൂപ ചെലവാക്കിയ വണ്ടി നേരെ ആക്കാന്നാണ് മെക്കാനിക്ക് പറയണത്. ആ കാറ് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ തല്ലിപ്പുളിയാണെന്ന്. ഇനിയിപ്പൊ വെറുതെ നന്നാക്കി കിട്ടിയാലും ആ അവലക്ഷണം കെട്ട കാറ് നമുക്ക് വേണ്ട. ഈ ബ്ലഡി ഫൂളും ആയിട്ടുള്ള കൂട്ടുകെട്ടും നിങ്ങൾക്ക് അത്ര നല്ലതല്ല. ഞാൻ 2 ആളോടും കൂടിയിട്ടാ പറയുന്നത്. അപ്പോ ഞങ്ങൾ കോളനി പോയി വിവരം പറയാം. എല്ലാരും കൂടെ ഓടിക്കഴിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. അതൊരു ശല്യമായി തീരും. സാറേ തെറ്റ് എന്റെ അടുത്താണ്, എന്നോട് ക്ഷമിക്കണം. എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായതെന്ന് ഞാൻ പറഞ്ഞുതരാം. സ്വകാര്യാണ്, വരൂ. അവിടെ നിൽക്ക്, ഞാൻ സൂപ്പർവൈസർ சொல்றாரா? നടന്നോളൂ. ആ എന്താ ഉണ്ടായത്? ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രി കിടക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല്, മനസ്സിലായോ? ഇനി ആരും കണ്ടിട്ടില്ല. ദയവേദി ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത്. ക്ഷീണ. Come on. ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ല കേട്ടോ. ഇയാളാള് വളരെ ഡീസന്റാ. തകരാറ് കാറിന്റെ ഒന്നല്ല. കാറ് നല്ല ബെസ്റ്റ് കാറാ. ഞങ്ങൾ പോട്ടെ എന്നാ വരട്ടെ. ഓ വലത്തെ കണ്ണിന് ഒരു കുഴപ്പമില്ല സാർ. ചടം 2 കൂടെ എന്നെ തുളയ്ക്കാൻ ഇറങ്ങിയിരിക്കല്ലേ? ഇല്ല സാർ,
അങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾ എടുത്തിട്ടില്ല. എന്നാൽ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എക്സ്പോർട്ടിൽ ആളില്ലെങ്കിൽ പണി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ആ വാങ്ങിച്ച അഡ്വാൻസ് തിരിച്ചു തന്നിട്ട് സ്ഥലം കാലിയായിരിക്കും. അങ്ങനെയാണ് എത്തി സെലവ് பண்ணிடுறாரு. அப்படியா? ആ ബൂർഷാസിയാണ്. തൊഴിലാളികളോട് യാതൊരു കരുണയില്ലാത്ത ഇയാളോടൊന്നും ആത്മാർത്ഥത കാണിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ. ஓப்பன்ல தான் இருக்கும். டேய் ഒട്ടും സമയമുണ്ടായിട്ടല്ല. പക്ഷേ സുലോചന തങ്കപ്പം പറഞ്ഞാൽ തട്ടിക്കളയാൻ പറ്റില്ലല്ലോ. ഞാൻ KG പൊതുവാ. ഡാൻസ് മാസ്റ്റർ. അതെ. വരൂ. ഓ, ഉം. ഇരിക്കൂ. ഒരു മാസം മുമ്പാ സുനിച്ചേച്ചി താങ്കളെ പറ്റി പറഞ്ഞത്. യൂണിവേഴ്സിറ്റി കലോത്സവത്തിന്റെ തിരക്കിലായിരുന്നു ഞാൻ സാധാരണ വീടുകളിൽ ചെന്ന് ക്ലാസ് എടുക്കാറില്ല. പക്ഷേ സുലോചന തങ്കപ്പം പറയുമ്പോൾ എന്റെ മോക്ക് 1ാം സമ്മാനം കിട്ടണം. ഞാൻ സാധാരണ ആർക്കും അങ്ങനെ ഉറപ്പ് കൊടുക്കാറില്ല. സുലോചന തങ്കപ്പം പറഞ്ഞുകൊണ്ട് മാത്രമല്ല, എന്തോ ഉറപ്പ് തരാൻ തോന്നിപ്പോന്നു. അത് മതി. എന്താ ஆனா ரொம்ப நேரமா இவங்களே ஃபோக்கஸ் பண்ற மாதிரி இல்ல. இந்த உங்கதான் பொழுது. ജയറാം കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. എത്ര കുട്ടികളുണ്ട്? ഇവളേ ഉള്ളൂ. ഇനി കുട്ടികൾ വേണ്ടേ? എന്താ പിന്നെ കുട്ടികളാവാഞ്ഞേ? മോള് വാ. മോളെ ഡാൻസ് പഠിപ്പിക്കാൻ. பிரதான நீ அம்மா. എന്താ മോളുടെ പേര്? എന്തിനാ മമ്മി പെൺകുട്ടികളെ പോലെ മുടി നീട്ടിയിരിക്കുന്നത്? അത് മോളെ സാധാരണ ഡാൻസ് മാസ്റ്റർമാർ മുടി നീട്ടിയിരിക്കും. തെയ്യം, 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 ஐயா தமரே நல்ல താ. തെയ്യം, 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 താ. തെയ്യം, 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 താ. കാറിന് വേണ്ടി വാങ്ങിച്ച അഡ്വാൻസ് തിരിച്ചു കൊടുക്കണമെന്ന് MD പറഞ്ഞത്. ഇൻസ്റ്റാൾമെന്റുകാർക്ക് വീട്ടുവാടക. നമുക്ക് ഒരേ ഒരു മോളല്ലുള്ളൂ സുഖേട്ടാ. സ്വന്തം കുട്ടികൾക്ക് മത്സരത്തിൽ 1ാം സമ്മാനം കിട്ടാൻ വേണ്ടി ഓരോ രക്ഷിതാക്കള് തമ്മി കത്തിക്കുത്തു നടത്തുന്ന കാലായത്. എന്ത് നേടാൻ? നമ്മുടെ മോള് പേരെടുക്കുന്നത് നമുക്ക് അഭിമാനല്ലേ സുഖേട്ടാ? നിന്റെ അച്ഛനും അമ്മയ്ക്കും നിന്റെ കാര്യത്തിൽ അങ്ങനെ അഭിമാനിക്കണമെന്ന് തോന്നിയില്ലല്ലോ. മുമ്പ് രക്ഷിതാക്കൾ കുട്ടികളെ പഠിപ്പിച്ചിരുന്നത് അടുക്കളപ്പണിയും വിനയവും സൽസ്വഭാവമൊക്കെ ആയിരുന്നു. ഡാൻസ് പഠിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അത് മറ്റുള്ളവരെ കുത്തിക്കൊല്ലാനുള്ള ഒരു ആയുധമാക്കുന്നതാണ് കുഴപ്പം. സുഖേട്ടൻ കാലത്തിനൊത്ത് മാറിയിട്ടില്ല. ഞാൻ പറയുന്നത് മനസ്സിലാക്കാനുള്ള നിന്റെ ബുദ്ധിയുടെ കാര്യത്തിലും ഇതുവരെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. എന്നുവെച്ചാ ഞാൻ ബുദ്ധിയില്ലാത്തവളാണെന്നല്ലേ? എന്ത് തോന്നുന്നു? സുഖേട്ടൻ ഇപ്പൊ പഴയ പോലെ എന്നോട് സ്നേഹമൊന്നുമില്ല, ஆரம்பிச்சு. മോളോടും ഇല്ല. ഞാനിപ്പോ ചെയ്ത കുറ്റം ആകെയുള്ളൊരു മോളെ ഇത്തിരി ഡാൻസ് പഠിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു. വേണ്ട, എന്റെ കുടുംബത്തിൽ കാശില്ല, എനിക്ക് ആരുമില്ല, എനിക്കും എന്റെ മോക്കും ആരുമില്ല. കാഞ്ചന, ഞാൻ പറഞ്ഞത് വേണ്ട സുഖേട്ട, എനിക്കെല്ലാം മനസ്സിലായി. എന്താ ഒരു കൈ നോക്കണോ? ഞാൻ വേറൊരു കാര്യത്തിന് സാറിനെ അന്വേഷിച്ചിറങ്ങിയതാ. പറഞ്ഞോളൂ. സ്വകാര്യാണ്. ഓക്കേ. സിൻചായ്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോളൂ. ക്യാരി ഓൺ. ഞാൻ കുറച്ച് സാമ്പത്തിക ഞെരുക്കത്തില്ല. കടം ചോദിക്കാൻ ഇഷ്ടമുണ്ടായിട്ടല്ല. അന്ന് ഞാൻ ചോദിക്കാതെ തന്നെ എന്നെ സഹായിക്കാനുള്ള മനസ്സിൽ കാണിച്ച സാറിനോട് എനിക്ക് ധൈര്യമായിട്ട് പറയാലോ. ഞാൻ ആ കാര്യം അങ്ങോട്ട് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അന്നത്തെ കാശേ ജിജിയുടെ അക്കൗണ്ടിൽ നിന്ന് എടുത്തതാ. അവളത് ചോദിച്ചു. എല്ലാം കൂടെ ഒരുമിച്ച് തിരിച്ചു തരാം. ഇൻസ്റ്റാൾമെന്റിലും മറ്റും കുറെ സാധനങ്ങൾ വാങ്ങിച്ചിരുന്നു. അതൊക്കെ അയ്യോ, ഇപ്പൊ ഉള്ളത് തിരിച്ചു കൊടുക്കാതെ ജിജിയോട് മിണ്ടാൻ പറ്റില്ല. സാർ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തന്നാ മതി. ഒന്നും മിനുങ്ങാനുള്ള രൂപ തന്നെ ജിജിയുടെ കാല് പിടിച്ചാ ഒപ്പിക്കണത്. കാശുള്ളത് മുഴുവൻ അവളുടെ കയ്യിലാ. അത് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബകഥ ഒരുപാട് പറയേണ്ടി വരും. വല്ലാത്തൊരവസ്ഥയായി പോയി. അല്ല, അത്ര അത്യാവശ്യമാണെങ്കിൽ തൽക്കാലത്തേക്ക് സാറിന്റെ ഭാര്യയുടെ ആഭരണങ്ങളൊന്ന് പണയം വെച്ചോട്. അത് പണയത്തിലാണ്. ഞാൻ ആശുപത്രി കിടന്നപ്പോഴും വാടകയ്ക്കും അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ സാറിത് ആരോടും പറയണ്ട. ஐயோ കൊച്ചേ ഒന്ന് നിന്നേ. നമ്മുടെ ഈ മേസ്ത്രിയുടെ വീട് ഏതാ? മേസ്ത്രിയോ? ആ, ഈ കെട്ടിടം പണിയുടെ ഒക്കെ മേൽനോട്ട് നടത്തുന്ന മേസ്ത്രി ഇവിടെ അടുത്തെവിടെയാണ്. ഞങ്ങളെ പോലെ വലിയ വലിയ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമായത്. ജിജി, ആരായി തള്ള? തള്ളയാ? ആരുടെ തള്ള? നിന്നെ കണ്ട എന്റെ തള്ളയാണെന്ന് തോന്നല്ലോടി. വാട്ട്? മേസ്ത്രിയുടെ പേരെന്താ ചേച്ചി? സുകുമാരൻ. ഭാര്യയുടെ പേര് കാഞ്ചന. സുകുമാരൻ മേസ്ത്രിയാണോ? എഞ്ചിനീയർ അല്ലേ? അവൻ മേസ്ത്രി എന്നേ. വീട് ഏതെന്ന് പറഞ്ഞാ മതി. ആ കാണുന്നത് തന്നെയാ. டாபிக் உங்களுக்கு தான். മേസ്ത്രി. എനിക്ക് അവരുടെ കാര്യത്തിൽ ആദ്യമേ സംശയം ഉണ്ടായിരുന്നു. അല്ലേലും ഒരു എഞ്ചിനീയർ ലുക്കൊന്നും അയാൾക്കില്ലെന്നേ. നാണക്കേടായി പോയി. നിങ്ങളോട് പോകാനാ പറഞ്ഞത്.
പെട്ടുമുട്ടായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കാൻ മനുഷ്യനെ നാണം കെടുത്താൻ. നിങ്ങളെയൊക്കെ ഒന്ന് കാണാനുള്ള കൊതി കൊണ്ടല്ലടി മോളെ അമ്മായി വന്നത്. ഓ പിന്നെ ഒരാളുടെ ശല്യം വേണമെന്ന് ഇവിടുത്തെ കരുതി ഇങ്ങോട്ട് ജാപ്പനീസ് വന്നത്. ഇതെല്ലാം കിട്ടി. ഇവിടെ സ്വൈരം തരില്ലെന്ന് വെച്ചാ ഇവിടെ താമസിക്കുന്നവരെ അന്തസ്സുള്ളവരാ. ഈ കോലത്തിലുള്ള നിങ്ങൾ സുഖേട്ടന്റെ ബന്ധുവാണെന്ന് അറിഞ്ഞാ പിന്നെ സുഖേട്ടൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ദേ നിങ്ങളോടാ പോകാൻ പറഞ്ഞത്. എടി നിന്റെ ഭർത്താവ് എന്ന് പറയുന്ന പെങ്കോതനുണ്ടല്ലോ, അവൻ ഈ തോളിലിട്ട് വളർത്തിയുള്ള അടി ഞാൻ. അപ്പുറത്ത് ഇപ്പുറത്തുള്ളൊരു കേക്കല്ലേ എന്റെ ഈശ്വര. കേക്കട്ടടി നീ വലിയ അന്തസ്സുകാരിയാണെന്ന് നാട്ടുകാരെ അറിയിട്ടടി. എടി ഒരു കാലത്ത് നീ ഗുണം പിടിക്കില്ലടി. നിന്റെ എല്ലാ വിശേഷങ്ങളും അറിഞ്ഞിട്ടേ ഞാൻ വന്നിട്ടുള്ളത്. തള്ളേ പാവ ദേവികരെ പുറത്ത് ഈ കുതിര കയറി അല്ലേ? മോഹൻ എന്നോട് എന്ത് തെറ്റാടി ചെയ്തത്? അതെ, എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല നീ വിചാരിക്കണ്ട. എന്നെ നീ അവമാനിച്ചു എന്ന് എന്റെ മോൻ കുമാരനങ്ങാൻ അറിഞ്ഞ ആ നിമിഷം നിന്നെ വെട്ടിക്കൊല്ലുടെ അവൻ. നിങ്ങൾ എല്ലാവരും അറിയണം, ഈ ഭദ്രകാളി ഉണ്ടല്ലോ, ചേട്ടനനിയന്മാര് തമ്മിൽ തെറ്റിച്ച് ഒളിച്ചു വന്നിരിക്കുന്ന വേഷവിത്ത. ഞാൻ ഈ കോളനിയിലെ വനിതാ വിഭാഗത്തിന്റെ പ്രസിഡന്റാണ്. തള്ള ബഹളം ഉണ്ടാക്കാതെ പോണം. എടി അലവരാതി, ഞാൻ നിന്റെ തള്ളയിലാന്ന് പറഞ്ഞതല്ലടി. എനിക്ക് മേലും കീഴും നോക്കാനില്ല. മിന്നണ സാരി എടുത്തോണ്ടോ മൂക്ക് കണ്ണാടി വെച്ച് ചന്തി കുലുക്കി നടന്നോണ്ടൊന്നും അന്തസ് കിട്ടില്ലടി. നിനക്ക് ഞാൻ വെച്ചണ്ടടി അമ്പടി. നിനക്കെന്റെ സ്വഭാവം അറിയില്ല അല്ലേ? തൃപ്തിയായല്ലോ? അയ്യോ അത് ഞങ്ങളുടെ ആരുമല്ല. വേണ്ട, എല്ലാം ഞങ്ങൾക്കറിയാം. ഈ കോളനിയിലെ ഇതുപോലുള്ള വൃത്തികേട് നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്നെ ഇൻസൾട്ട് ചെയ്ത സംഭവം കോളനി കമ്മിറ്റിയിൽ ഞാൻ വെക്കാൻ പോവാ. Come on, Gigi. I will see to this. You go, man. ഈ മാസം മുതൽ ശമ്പളം കൂട്ടി തരാമെന്ന് മുതലാളി പറഞ്ഞിട്ടുണ്ട്. സാറിനെ പറ്റി മുതലാളിയോട് നല്ല അഭിപ്രായം പറഞ്ഞതിന് വളരെ നന്ദിയുണ്ട് സാർ. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് ശമ്പളം കിട്ടുന്നുണ്ട്? 700 രൂപ. ഇനിയിപ്പോ 800 ആക്കി തരും. അപ്പൊ പിന്നെ കാര്യങ്ങളൊക്കെ സുഖമായിട്ട് നടക്കും. 800 രൂപ കൊണ്ടൊക്കെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റും? പറ്റും സാർ. ഓ 39 രൂപ കുറവുണ്ട്. അതെന്താ 2-3 ദിവസം മുമ്പേ പറഞ്ഞല്ലേ? അതെ, പക്ഷെ ഞാനത് മോളുടെ ഡാഡിയോട് പറയാമോ? നാളെ തന്നില്ലെങ്കിലേ ഞാൻ മറ്റന്നാൾ പാല് തരില്ല. Auntie, are you free now? Hey, are you interested in video games? I'm getting so bored, you know. Shall we play? ബിസി കുക്കിംഗ്. Please, Auntie. ബിസി. ഈ ചെകുത്താനെ കൊണ്ട് തോറ്റു. കമ്മിങ്. മാഷെ ഈ നേരത്ത്? മോള് വന്നിട്ടില്ല അല്ലേ? ഇല്ല, 5 മണിയാവില്ലേ? സാരമില്ല, മോള് വരുന്നവരെ സംസാരിച്ചിരിക്കാലോ. ഞാൻ ഡാൻസ് പഠിപ്പിക്കട്ടെ? മോള് വന്നില്ലല്ലോ. മോളെ അല്ല, എനിക്ക് അങ്ങനെ തോന്നാറില്ല. പക്ഷേ ഈ ഒതുങ്ങിയ ശരീരം ഉണ്ടല്ലോ, അത് ഡാൻസിന് വളരെ പറ്റിയതാ. മാഷിനെ കുടിക്കാൻ എടുക്കാം. നിൽക്കൂ. അല്ലെങ്കിൽ മാഷ് പോയിട്ട് പിന്നെ വരും. ദിവ്യ വരെ ഇനി സമയമുണ്ടല്ലോ. സാരമില്ല, ഞാൻ ഇവിടെ ഇരിക്കാം. എങ്കിൽ കുടിക്കാൻ തിരഞ്ഞെടുത്തോളൂ. ഞാൻ ഒറ്റയ്ക്ക് അവിടെ ഇരിക്കണ്ടല്ലോ. നിങ്ങൾക്ക് എന്താ വേണ്ടേ? എനിക്ക് വളരെ നന്നായി കൈ നോക്കാൻ അറിയാം. അതുകൊണ്ട് ഭാവി പറഞ്ഞുതരാം. എന്റെ ഭാവി എനിക്കറിയാം. അങ്ങനെ പറയരുത്. ഈ കൈ ഞാൻ നോക്കും. തന്നോട് ഇറങ്ങി പോവാനാ പറഞ്ഞു. പ്ലീസ്. அந்த அம்மா பண்ணுது இது. സുലു, പുറത്തേക്കാണെങ്കിലേ ആ കാഞ്ചനയ്ക്ക് ഒരു ഫോൺ ഉണ്ടെന്നു പറഞ്ഞു. സോറി തങ്കു, ഞാൻ ലെഫ്റ്റിലേക്കാ. ബ്യൂട്ടി പാർലറിലേക്ക് ലേറ്റ് ആയാലേ ആകെ പ്രശ്നമാ. അത് പ്രശ്നമാവും. ആരെ ടെലിഫോണില്? ട്രേഡ് ലിങ്ക് ഏജൻസീസ്. നീ ഇല്ലാത്തപ്പോ 2-3 പ്രാവശ്യം അയാൾ കാഞ്ചനെ വിളിച്ചിരുന്നു. ഓക്കെ തങ്കു, അവളെ വിളിച്ച് ഫോൺ കൊടുത്തേക്കൂ. അയ്യോ, എനിക്ക് കറിക്കരിയണം. പ്ലീസ് തങ്കു, പറഞ്ഞ അനുസരിക്കൂ. ഓക്കെ സുലു. ഹലോ, എനിക്ക് ഇത് മാത്രമല്ല ജോലി. ഒന്നുകിൽ ഇങ്ങോട്ടൊന്ന് വിളിക്കാനുള്ള മര്യാദ കാണിക്കണം. വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഒക്കെ എടുത്തോണ്ട് പോകുമ്പോ എന്തൊരു സന്തോഷമായിരുന്നു. അത് ഞങ്ങൾക്ക് എവിടെന്നെങ്കിലും ചുമ്മാ കിട്ടിയാലെന്ന് വിചാരിച്ചോ? എന്റെ ഹസ്ബൻഡ് ആക്സിഡന്റ് ആയി. എനിക്കത് അറിയേണ്ട ആവശ്യമില്ല. ആക്സിഡന്റ് ആവുന്നതും ചാവുന്നതും ഒക്കെ നിങ്ങളുടെ കാര്യം. ഇനി വൈകിക്കില്ല, അടുത്ത മാസം. നിങ്ങൾക്ക് നാണോ മാനോ ഇല്ലേ? ഒരു മനുഷ്യനല്ലേ ഞാൻ പലതവണ പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് എന്ന് പറയുന്ന മാന്യന് ഒന്നിവിടെ വരാൻ പോലും തോന്നിയില്ലല്ലോ. അത് ഞാൻ നാളെ ഹസ്ബൻഡിനോട് അങ്ങോട്ട് വരാൻ പറയാം. വേണ്ട, ഇനി അയാൾ വരണ്ട. കാശ് തരാൻ ഉദ്ദേശിച്ചില്ലെങ്കിൽ നിങ്ങൾ പോരെ. കടയിൽ വേണ്ട, ഞാൻ ഏതെങ്കിലും ഹോട്ടലിൽ മുറിയെടുത്തിട്ട് നിങ്ങളെ വിളിക്കാം. എന്താ? ആരാ ഇവിടുന്ന് എന്റെ ഭാര്യക്ക് ഫോൺ ചെയ്തത്? പറയടോ, താനാണോ? ആണെങ്കിൽ
தம்பி வந்து காப்பாத்து. നീ അത്രക്ക് വലിയ ആളെന്നാവണ്ടടാ. പെണ്ണുങ്ങളെ ഫോണിൽ വിളിച്ച് തോന്നിയ ദിവസം പറയുന്നോടാ തെണ്ടി. കാശ് എന്നിട്ട് സംസാരിക്കടാ. തരൂടാ, ജീവനുണ്ടെ തരും. സുഖേട്ടനല്ലെങ്കിൽ ക്ഷമ വളരെ കുറവാ. എന്റെ മോളെ ഓർമ്മിച്ചത് കൊണ്ടാ ഞാൻ അവനെ കൊല്ലാതെ വിട്ടത്. എന്നാലും അടിപിടി ഉണ്ടാക്കുന്നൊക്കെ മോശല്ലേ? മോശം എന്താ അവന്റെ വിചാരം? ആലോചിക്കും ഇപ്പോഴും എന്റെ ചോര തിളക്കുക. എങ്ങനെയാ കടം വീട്ടിയെ പറ്റും? പണമില്ലാത്തവൻ പിണാന്ന് ഇപ്പൊ സാറിന് മനസ്സിലായോ? ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് എന്റെ രക്തം തിളക്കണ്. അവന് കാശ് കൊടുത്ത് ഇനി നാറും. സാറേ, 1000 കുടം പാൽ ഒഴിക്കുമ്പോ ആ കൂട്ടത്തിൽ 1 കുടം വെള്ളയെ നമ്മൾ ഒഴിക്കുന്നുള്ളൂ. അതൊരു തെറ്റേ അല്ല. ஏதோ ஒரு பட்டி നമുക്ക് പോയിട്ട് ആ ദാമോദരൻ പിള്ള ഒന്ന് കാണാം. സംഗതി ഞാൻ ശരിയായിക്കൊള്ളാം. ഇന്ന് വരെ സത്യസന്ധമായി. എന്തിന്? ആർക്ക് വേണ്ടി? ഞാൻ എപ്പോഴും പറയാറില്ല ഇവന്മാര് ബൂർഷകളാണെന്ന്. അയാൾ കാറിന്റെ അഡ്വാൻസ് തിരിച്ചു ചോദിച്ചില്ലേ? അപ്പം നമുക്ക് അങ്ങോട്ടുള്ള ആത്മാർത്ഥത അയാൾക്ക് ഇങ്ങോട്ടില്ല. ആകെ പ്രശ്നങ്ങളിൽ പെട്ട് ഞെരുങ്ങുക. അങ്ങനെ ഞെരുങ്ങി ചാവുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് പോയിട്ട് ആ പിള്ള സാറിനെ ഒന്ന് കാണാം. ദൈവം തമ്പുരാൻ പോലും അറിയാതെ സംഭവം നടക്കും. ഇതാ പண்றாரு. സാറിനൊരു കഷ്ടകാലം വന്നപ്പോ സഹായിച്ചില്ലെങ്കിൽ പിന്നെ ഞാനൊരു മനുഷ്യനാണ്. ഈ ഇടപാട് കുറെ കൂടി നേരത്തെ ആകാമായിരുന്നേ ഉള്ളൂ. இதுதான் அந்த டீலர்ஷிப். അതിനെങ്ങനെ സത്യസന്ധത കൊണ്ട് ഒരു പ്രയോജനം ഇല്ലെന്ന് മനസ്സിലായി. മാസത്തിൽ 1-2 ലോഡ് അത്രേ വേണ്ടു. ബില്ലിൽ ഒപ്പിടുന്നതും മെറ്റീരിയൽസിന്റെ കണക്കുവെക്കുന്ന സാറായതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല. എന്ത് പേടിക്കാൻ? ഏതായാലും ഇന്ന് സുദിന. പിള്ള സാറേ, ഇന്ന് നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? തീർച്ചയായും. എന്താ സാറേ, നമുക്കൊന്ന് കൂടാ. രാത്രി കാശിനോ ബാറിലെ സാറിനെ കൂട്ടിക്കൊണ്ടുവരാം. ஓனர் தெரிஞ்சா அவ்வளோதான். நினைப்பாங்க பேசாம நம்ம வீட்டுக்கே போயிடலாங்க. வீட்டுக்கு தான் போனா செருப்பால் அடிப்பாங்க. இது எல்லா இஎம்ஐ வாங்கியாச்சு, கார் வாங்கியாச்சு. கார் தான் இல்லையே, ഇത് കടം വരകുത് ഇപ്പോ. ഞാൻ ഇന്നലെ എപ്പോഴാ വന്നത്? എന്നെ മോളെ കഷ്ടത്തിലാക്കാൻ തന്നെ സുഖേട്ടൻ തീരുമാനിച്ചു അല്ലേ? അയ്യോ, ഓർമ്മയുണ്ടോ? 3-4 പേര് പിടിച്ചോണ്ട് വന്ന് സുഖേട്ടന് വരാന്തേ കിടത്തായിരുന്നു. ஓ குடிச்சிட்டு வந்தது. ഒച്ചയും ബഹളവും കേട്ട് വാതിൽ തുറന്ന് നോക്കിയപ്പോ ഞാൻ ആകെ പേടിച്ചു പോയി. കുടിച്ചതാണെന്ന് പിന്നല്ലേ മനസ്സിലായത്. എവിടെ നിന്നിട്ട് സുഖേട്ടന് പുതിയ സ്വഭാവം? പുതിയതല്ല അല്ലേ? ഇനി ഇത് സ്ഥിരമാക്കിയാലോ എന്ന് ആലോചിക്കുക. കാലത്തെ മനഃശാന്തിക്ക് മദ്യം നല്ല മരുന്നാ. സുഖേട്ടാ, രാത്രിയിൽ ഏതാണ്ടൊക്കെ പിച്ചും പേയും പറയുന്ന കേട്ടല്ലോ. കമ്പനിയെ പറ്റിച്ചു, ഇനിയും പറ്റിക്കുന്നൊക്കെ. നേരാ? ഏ? അതെ, പർച്ചേസ് ചെയ്യാത്ത സിമെന്റിന്റെയും കമ്പിയുടെയും കള്ളബില്ലുണ്ടാക്കി കാശ് വെട്ടിച്ചു. കടം വീട്ടാൻ നീ നിന്റെ വീട്ടിൽ നിന്നും കാശ് കൊണ്ടുവരുന്നില്ലല്ലോ. എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ കാശില്ലാത്ത വീട്ടിലാണെന്ന് സുഖേട്ടന് അറിയാവുന്നതല്ലേ? കാശില്ലാത്ത വീട്ടിലെ പെണ്ണായിട്ടാണോ നിന്റെ ഇപ്പോഴത്തെ ജീവിതം? ഓ, അപ്പൊ സുഖേട്ടന് മനസ്സിൽ ഏതാണ്ടൊക്കെ ഉണ്ടല്ലേ? ഞാൻ വിചാരിച്ച നേരം. പണ്ടത്തെ സ്നേഹവും ഇഷ്ടമൊന്നും സുഖേട്ടന് ഇപ്പൊ എന്നോടില്ല. ഞാനൊന്ന് കുടിച്ചത് വലിയ കുറ്റമായി നീ പറയുന്നത് എനിക്കിഷ്ടമല്ല. ഒന്നും സുഖേട്ടന്റെ എന്റെയോ കുറ്റമല്ല. ജോത്സ്യം പറഞ്ഞിരുന്നു, നമ്മുടെ രണ്ടാളുടെയും സമയം ഇപ്പൊ വളരെ മോശ. നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടേണ്ട കാര്യമുണ്ടോ സുഖേട്ട? സുഖേട്ടൻ അങ്ങനെ അനാഥനൊന്നുമല്ലല്ലോ. നമ്മൾ ഇവിടെ കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോ സുഖേട്ടന്റെ അനുജനും കുടുംബമൊക്കെ അവിടെ സുഖമായിട്ട് കഴിയാ. செருப்பு பிஞ்சிரும். எனக்கு தெரிஞ்சு இப்போ வந்து இவங்க போயிட்டு சொத்து ആവശ്യപ്പെട്ടതല്ലേ? ஹோம் அண்ட் ஷாப் அவங்க போயிட்டு அவங்க அம்மா வந்து செருப்பு பிஞ்சிடும் உனக்கு, எல்லாம் ஒரு லிமிட் தான். ആളെങ്കിലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയോ? അവളെ പോലെ അവര് വെറുത്തില്ലേ? അമ്മയെങ്കിലും ഒന്ന് വരുമെന്ന് കരുതി. നമുക്ക് ആരുമില്ല സുഖേട്ട, ആരുമില്ല. അവിടേക്ക് ഇനി തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് സുഖേട്ടന്റെ ഭാഗം ഇനി തന്നേക്കാൻ പറയുന്നതല്ലേ നല്ലത്. കമ്പനിയെ വഞ്ചിക്കുന്നതിന് നല്ലതല്ലേ അത്? അല്ല സുഖേട്ട? நல்லா மண்டே கழுவிட்டான். பில்லோ டாக். பால்காரனா? ജിജി ചേച്ചിയുടെ ഭർത്താവാ. കൊടുക്കാനുള്ള കാശ് ഒത്തിരി പ്രാവശ്യം അവര് ചോദിച്ചു. കാറപകടം ഉണ്ടായപ്പോ ചെലവായില്ലേ? ഇതൊക്കെ എങ്ങനെ കൊടുക്കും എന്റെ ഈശ്വര? ഞാൻ പറഞ്ഞ വഴിയേ ഉള്ളൂ. ഏതായാലും സുഖേട്ടന ഡാനിയൽ സാറിനെ സമാധാനിപ്പിച്ചു വിട്. പിന്നെ ഞങ്ങളുടെ തറവാടിന്റെ പാർട്ടീഷൻ കഴിയണം. ഇപ്പൊ എല്ലാം നോക്കി നടത്തുന്നത് അനുജനാണേ. അവനെ പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കുന്ന താമസേ ഉള്ളൂ. എന്താ അനുജ സമ്മതിക്കുന്നില്ലേ? അത് വേണമെന്നില്ല. വേണമെന്നില്ലെന്ന് പറഞ്ഞ എങ്ങനെയാ? ഇത് കാരണം എനിക്ക് എന്റെ കുടുംബ സമാധാനം പോയി.
ജിജി എന്നെ അവിടെ ഇരുത്തി പൊറപ്പിക്കണില്ല. എവളോടാ കുത്താറ് ഇവര്? നിങ്ങളുടെ 10,000 രൂപ 9,000. ആദ്യം ഞാനൊന്ന് ഇങ്ങനെയുള്ള കേസുകള് കുടുംബക്കാര് തമ്മി പറഞ്ഞ വഷളാവേ ഉള്ളൂ. ബാക്കി ഞാൻ ചെയ്തോളാം. നിങ്ങളുടെ അനുജനെ പോലുള്ള എത്രയെത്ര ശിഷ്യന്മാരെ ദിവസേന മെരുക്കുന്നവനായി ഞാൻ. ഇത്രയൊന്നും ആലോചിക്കാനൊന്നുമില്ലെന്നേ, ഒക്കെ ഞാൻ ശരിയാക്കി തരാം. അല്പം പേഴ്സണൽ ആയിട്ടൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എഞ്ചിനീയർ ഒന്നും അല്ല അല്ലേ? നീ പോളിടെക്നിക്ക് പഠിച്ച മനസ്സിലായി, എല്ലാം ഞാൻ അറിഞ്ഞു. മേസ്തിരി ഞാൻ JK കൺസ്ട്രക്ഷൻ സൂപ്പർ. കുഴപ്പമില്ല. ഞാനിപ്പോ തൽക്കാലം പാർട്ടീഷന്റെ കാര്യം പറഞ്ഞ് ജിജിയെ സമാധാനിപ്പിച്ചു. അതുവരെ മേസ്തിരി ഇവിടെ സമാധാനം. മേസ്ത്രി അല്ല ഞാൻ. இல்லை நீங்கள் ஸ்டெப் ஆடாமே அப்படின்னு கேட்டால் தான் ஒன்று வருது. இப்படியே போகுது. எப்படி முடிய போறாங்கன்னு தெரியல. വീട്ടിൽ പോവാതെപ്പാ. എന്തിനാ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ മരിച്ചോന്നറിയാനോ? നീ ഇങ്ങനെ ചെയ്യുമെന്ന് അമ്മ വിചാരിച്ചില്ല മോനെ. നിനക്കറിഞ്ഞൂടാ, അന്ന് ഇറങ്ങിപ്പോകുമ്പോ നീ എന്നോട് പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും എന്റെ നെഞ്ചിൽ കിടന്ന് പുകയ്യ. എന്റെ 2 മക്കളെ ഞാൻ 2 തട്ടി നിർത്തിയല്ലേ? നീ ഇത്രയ്ക്ക് ദുഷ്ടനായത് എപ്പോഴാടാ? അതിനുശേഷം എന്നും രാത്രി കരഞ്ഞു ഞാൻ ഉറങ്ങുന്നത്. അപ്പൊ വഴക്കുണ്ടാക്കി വീട് വിട്ടിറങ്ങിയതാണല്ലേ? അത് പോട്ടെ, വർത്താനം പറഞ്ഞ് നേരം കളയാണ്ട് ഭാഗത്തിന്റെ കാര്യം പെട്ടെന്ന് പറഞ്ഞേക്കും. ദിവ്യമോക്ക് അസുഖമൊന്നും ഇല്ലല്ലോ? ഇല്ല. അവളെ നിനക്കൊന്ന് കൊണ്ടുവരായിരുന്നില്ലേ? നീ പരീക്ഷ എഴുതിയോ? വല്യേട്ടൻ ഞങ്ങളൊന്നും മറന്നിട്ടില്ലല്ലേ? ഉറങ്ങിക്കിടന്ന ആ കൊച്ചിനെയും കൊണ്ടാന്ന് നീ പടിയിറങ്ങി പോയത്. പാവം കുട്ടി. അത്ര സ്നേഹമുള്ളവരായിരുന്നെങ്കിൽ ആരും എന്റെ അങ്ങോട്ടൊന്നും വന്നില്ല. ഞാനിവിടെ ഇറങ്ങിപ്പോയപ്പോ പടിയടച്ച് പിണ്ടം വെച്ച അമ്മേ, അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് എടുത്ത് ഉപയോഗിക്കും. எல்லாமே அவங்க கேட்டதே தான் கேக்குறாருல, சொன்னதே தான். നിങ്ങളുടെ ആരുടെ സ്നേഹം ഞങ്ങൾക്ക് വേണ്ട. പുകഞ്ഞ ഉള്ളി പുറത്തുതന്നെ നിൽക്കട്ടെ. അപ്പോ നമ്മൾ വന്ന കാര്യം പറയാൻ ഇനിയും വൈകണോ? അവർക്ക് കാശാ 9,000 രൂപ ഇല്ല. ഞങ്ങളുടേതായ പ്രശ്നങ്ങൾ പലതുണ്ട്. അത് വളരെ സത്യമാണ്. അതുകൊണ്ടാണ് ഞാൻ എന്റെ ക്ലാസ് പോലും ഉപേക്ഷിച്ചിട്ട് ഇദ്ദേഹത്തിന് കൂടെ വന്നത്. അച്ഛൻ മരിച്ചിട്ട് 6 കൊല്ലായി. ഞാനാണ് ഇവിടുത്തെ മൂത്തയാളെന്നുള്ള പദവി അമ്മ എപ്പോഴും എനിക്ക് തരാറുണ്ടല്ലോ. ഇക്കാലം വരെ ആ പലചരക്ക് കടയുടെ വരവ് ചെലവ് കണക്ക് എന്നെ കാണിച്ചിട്ടുണ്ടോ? അതേ, അച്ഛൻ ഉണ്ടാക്കിയതാ. ഇവനും എന്റെ ഭാര്യക്ക് മാത്രം വിഴുങ്ങാനുള്ളതല്ല. ഓ, കണക്ക് ചോദിക്കാൻ പുറപ്പെട്ടിരിക്കുകയാണല്ലേ? അല്ല, ഈ വീടിന്റെയും കടയുടെയും ഷെയർ തന്ന് എന്നെ ഒഴിവാക്കി തരണം എന്ന് പറയാൻ പുറപ്പെട്ടതാണ്. അപ്പോ 6 കൊല്ലായിട്ട് നിങ്ങൾ കണക്ക് കാണിക്കാറില്ല അല്ലേ? ഏയ് മിസ്റ്റർ, അത് വളരെ തെറ്റാണ്. എവിടെയാണ് കട? അത് പോട്ടെ, അച്ഛൻ മരിക്കുമ്പോ കടയിൽ എത്ര രൂപയുടെ സാധനങ്ങൾ സ്റ്റോക്ക് ഉണ്ടായിരുന്നു? കഴിഞ്ഞ വർഷം സെയിൽ ടാക്സ് എത്ര രൂപ കൊടുത്തു? ഈ വീട്ടിലേക്ക് എടുക്കുന്ന സാധനങ്ങളെ കണക്ക് എഴുതി വെക്കാം. പഞ്ചാബിന്നോ അല്ല ബോംബെന്നോ കൽക്കട്ടയെന്നോ? നിങ്ങൾ പേഴ്സണലായിട്ട് ചെലവാക്കുന്ന കാശുകൾ എഴുതി വെക്കാറുണ്ടോ? ഉദാഹരണത്തിന് ഭാര്യയ്ക്ക് ഒരു സാരി കൊടുത്തു, അല്ലെങ്കിൽ അമ്മായച്ചിനും അമ്മായിമ്മേനും കാണാൻ പോകുമ്പോൾ ഇവിടുന്ന് കുറെ സാധനം കെട്ടി പറിക്കാൻ ഉണ്ട്. അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ ആരാണെന്ന് താൻ അറിയേണ്ട കാര്യമില്ല, പക്ഷെ താൻ ആരാണെന്നുള്ളത് ഞാൻ അറിയേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് കണക്കെടുക്കടാ. എന്റെ സുഹൃത്തിനെ നീ തല്ലിയല്ലേ? ഇയാളെ തല്ലിയത് എന്നെ തല്ലിയതിന് തുല്യമാണ്. എന്റെ ശിഷ്യന്മാരെ കൊണ്ടുവന്ന എല്ലാത്തിനും 14 പീസാക്കും. ഡാനിയൽ സാർ, സാർ என்னடாச்சு? ஐயோ, மாட்டிக்கினார் போகுதுடா. ഇതെന്താണ് പോലീസ് ഇവിടെ? ഇതാണ് സാർ പുള്ളി. മിസ്റ്റർ സുകുമാരൻ. അതെ. JK കൺസ്ട്രക്ഷനിലെ? അതെന്താണ് സാർ? ഒരു അറസ്റ്റ് വാറണ്ട്. എന്തിനാണ് സാർ? പ്രതീക്ഷിച്ചില്ല അല്ലേ? മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതിൽ നിങ്ങൾ കമ്പനിയെ വെട്ടിച്ചതിന്. കമാൺ സാർ, എന്റെ ഭാര്യയും കുഞ്ഞും. പറഞ്ഞിട്ട് വന്നോളൂ, വൈകരുത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഹാപ്പി എൻഡിങ് தான் பண்ணுது. பிரியதர்ஷனை தான் நம்ப முடியாது. ദിവ്യമോള് സ്കൂൾ വിട്ട് വരുന്നതിന് മുമ്പ് ഞാൻ പോവാം. தம்பி ஸ்டேஷனுக்கு வந்து അടവാണ കുത്തുറേൻ മേസ്തിരിമാരും ഒറ്റ കൊടുത്തതാണ്. മെറ്റീരിയൽസ് ചെക്ക് ചെയ്തു. MD എന്നെ പിടിച്ച് തല്ലുകയും ചെയ്തു. കള്ളവിലുണ്ടാക്കി കാശ് തട്ടിയെന്നും പറഞ്ഞ് വഞ്ചനക്കുറ്റത്തിന് ഇയാളും പൊക്കി.
சிக்கன் சாப்பிட்டு பாட்டு வேற. നാണക്കേടായിപ്പോയി. ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരു കോളനിയിൽ ഇത്തരം ആൾക്കാർ താമസിക്കുന്നു പറഞ്ഞാൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും? മറ്റുള്ളവരുടെ കാര്യം പോട്ടെ സൊലു. പ്രസിഡന്റിന്റെ ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇനി അങ്ങനെ മനുഷ്യരുടെ മുഖത്ത് നോക്കും? അവളെ കണ്ടപ്പോഴേ ജിജി ഡാനിയൽ എന്നോട് പറഞ്ഞതാ സൂക്ഷിക്കണമെന്ന്. നമുക്ക് ഉടനെ ഒരു കമ്മിറ്റി കൂടി ഈ കോളനിയുടെ മാനം രക്ഷിക്കാൻ എന്താ വഴിന്ന് ഒന്ന് ചർച്ച ചെയ്താലെന്താ? ഞാൻ ഇപ്പോഴതങ്ങോട്ട് പറയാൻ പോവുകയായിരുന്നു. തങ്കു ആരാ നോക്കൂ. അല്ല, ഇതാരാ? മിസ്സിസ് എഞ്ചിനീയറോ? സുലു, ദേ എഞ്ചിനീയറുടെ ഭാര്യ വന്നേക്കണം. യെസ്, എന്താ വേണ്ടത്? ചേച്ചി വിചാരിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. സുഖേഷിനെ എങ്ങനെയെങ്കിലും സ്റ്റേഷനിൽ നിന്ന് ഇറക്കണം. സോറി കാഞ്ചി, എനിക്ക് അങ്ങനെ വിചാരിക്കാൻ ഒരു നിവൃത്തിയില്ല. ഈ കരച്ചില് സ്റ്റേഷനിൽ വെച്ചായാലേ ചിലപ്പോ പോലീസുകാർക്ക് അലിവ് തോന്നിയെന്ന് വരും. അവനവൻ എടുത്താ പൊങ്ങുന്നതേ എടുക്കാവൂ. തുമ്പിയെ കൊണ്ട് വലിയ ഉരുളങ്കൽ ഇടിപ്പിക്കാൻ ശ്രമിച്ചാൽ നടക്കുവോ? തങ്കുഞ്ഞു പോരൂ. ஸ்டோரியோட மோரல் மெசேஜ் வந்து சொல்லிட்டாரு. ആ പെണ്ണിങ്ങോട്ട് വരുന്നുണ്ട് കാഞ്ചന. ഇവിടെ നനങ്ങി പോവരുത് പറഞ്ഞേ. എന്തിനാണാവോ? എന്തിനായാലും വാതിൽ തുറക്കണ്ട. അവറ്റകൾ തരാനുള്ള കാശ് പൊയ്ക്കോട്ടെ. ഇനിയും സഹായം ചെയ്യാൻ ഒക്കില്ല. എന്തായാലും വാതിൽ തുറക്കണ്ട. അയാൾ ഒരു നല്ല മനുഷ്യനായിരുന്നു. എന്നിട്ടാ കട്ടത്. ஃபேமிலி மட்டும் தான் ஹெல்ப் பண்ணுமா? അകത്തേക്ക് വരും. എന്ത് വേണം? വേണ്ട വേണ്ട, ഈ കരച്ചിലും പിഴിച്ചിലും ഞാൻ കുറെ കണ്ടതാണ്. ഇനിയും അത് കാണാൻ എനിക്ക് താല്പര്യമില്ല. വരാൻ പോകുന്ന ഭവിഷ്യത്തുകളെ പറ്റി സൂചിപ്പിച്ചപ്പോഴെല്ലാം ഈ കരച്ചിൽ കൊണ്ടാണ് നീ എന്നെ വഴിതെറ്റിച്ചത്. ക്ഷമിക്കാമായിരുന്ന ചെറിയ കാര്യങ്ങൾ പെരുപ്പിച്ച് പറഞ്ഞു. മോഹനെ, അമ്മയെ, എല്ലാരും നീ എന്നിൽ നകറ്റി. ഇനിയും നിനക്കെന്താണ് വേണ്ടത്? സുഖേട്ടൻ, ഞാൻ മനഃപൂർവ്വം. എനിക്ക് സുഖേട്ടൻ മാത്രമല്ലേ ഉള്ളൂ. അതെ, നിന്നെ സ്നേഹിച്ചതിനുള്ള ശിക്ഷയും നീ തന്നില്ലേ? ഇപ്പൊ ഞാൻ കള്ളനാ. നീയാണ് എന്നെ കള്ളനാക്കിയത്. സുഖേട്ട, ഒരിക്കോ ഇനി ഒരിക്കലും നിന്നെ എന്റെ മുമ്പിൽ കണ്ടുപോകരുത്. ഒരു ദിവസം നീ പത്രത്തിൽ വായിക്കും, ഏതെങ്കിലും റെയിൽ പാളത്തിൽ എന്റെ ശവം കിടക്കുന്ന വാർത്ത നീ അറിയും. മിസ്സസ് സുകുമാരനല്ലേ? അതെ. നമ്മളൊന്നും കണ്ടിട്ടില്ല. ഈ വീടിന്റെ ഉടമസ്ഥനാണ് ഞാൻ, ദാമോദരൻ കർത്ത. വാടക കുടിശ്ശിക ഒത്തിരി ഉണ്ട്. പക്ഷെ ഞാൻ ശല്യപ്പെടുത്താൻ ഇതുവരെ വന്നിട്ടില്ല. തട്ടിപ്പും കൃത്രിമവും നടത്തി ജീവിക്കുന്ന ഒരാള് എന്റെ വീട്ടിലാണ് താമസിക്കുന്നതെന്ന കുപ്രസിദ്ധി ഉണ്ടല്ലോ, എനിക്കത് വേണ്ട. ഈ കോളനിയിലെ മറ്റു വീട്ടുകാരും കംപ്ലൈന്റ് പറഞ്ഞു. പത്രത്തിൽ ന്യൂസ് വരികയും ആളുകളെ ഡിസ്കസ് ചെയ്യുകയും മറ്റും ചെയ്യുമ്പോൾ കോളനിക്കാർക്ക് അത് മോശാത്രേ. അവരുടെ ഭാഗത്തുനിന്ന് ആലോചിച്ചാൽ സംഗതി ശരിയാണ്. ഈ രാത്രി തന്നെ ഞാൻ വന്നതുകൊണ്ട് സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാവുമല്ലോ. അയൽപക്കക്കാരുടെ അനിഷ്ടത്തോടു കൂടി ഇവിടെ ജീവിക്കാൻ നിങ്ങൾക്കും പ്രയാസം കാണും. എന്ന് വെച്ച് ഈ രാത്രി തന്നെ ഇറങ്ങണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നാളെ നേരം വെളുക്കുമ്പോ ഇവിടുന്ന് ഇറങ്ങി തന്നേ പറ്റൂ. പെട്ടെന്ന് അത്ര പെട്ടെന്നല്ലല്ലോ. നേരം വെളുക്കാൻ ഇനി ഒരുപാട് സമയമില്ലേ? സുഖേട്ടൻ ഒരു കുറ്റം ചെയ്തിട്ടില്ല. അതെന്റെ വിഷയമല്ല. നിങ്ങൾ തൽക്കാലം നിങ്ങളുടെ വീട്ടിലേക്ക് മറ്റോ പോയിക്കോളൂ. മിസ്റ്റർ സുകുമാരൻ ലോക്കപ്പിൽ നിന്ന് ഇറങ്ങുമ്പോ എനിക്ക് തരാനുള്ള വാടക തന്നിട്ട് സാധനങ്ങൾ ഉണ്ടായാൽ മതി. അങ്ങനെ പറയരുത്. ഇവിടുന്ന് ഇറക്കി വിടരുത്. ഞാൻ കാലത്ത് എന്റെ ആൾക്കാരെ അയക്കും. നിങ്ങളൊന്ന് പുറത്തിറങ്ങി കൊടുത്താൽ മതി, അവർ വീട് കൂട്ടിക്കോളും. അപ്പൊ പറഞ്ഞ പോലെ വരട്ടെ. அவ்வளோதான், டீசெண்டாக முடிச்சுட்டு. കർത്താ സാർ അയച്ചിട്ട് വരിക. ഹൗസ് ഓണറേ, നിങ്ങളുടെ അത്യാവശ്യ സാധനങ്ങളും തുണി എടുത്ത് പുറത്തു വെച്ചിട്ട് വീട് പൂട്ടാൻ പറഞ്ഞു. അത് സുഖേട്ടൻ ഇവിടെ ഇല്ല. അതൊന്നും ഞങ്ങൾക്കറിയില്ല. സാധനങ്ങളെല്ലാം നിങ്ങൾ തന്നെ എടുത്ത് പുറത്തു വെക്കുന്നോ അതോ ഞങ്ങൾ എടുക്കണോ? ദയവ് ഇത് സുഖേട്ടൻ വന്നതിന് ശേഷം. നിങ്ങളോട് ഇന്നലെ കർത്താ സാർ പറഞ്ഞതല്ലേ? വാടോ, നമുക്ക് തന്നെ എടുത്തു വെക്കാം. மேட்ரு ஒன்றும் வீட்டுக்கு தெரியாதா? தெரியாதுன்னு நினைக்கிறேன். എന്തിനാ അമ്മ കരയണേ? എന്താ അമ്മേ? எடுத்துட்டு டீசெண்டா ஜெயராம் வீட்டுக்கு போலாம். കർത്താ സാർ വലിയ കണിച്ചക്കാരനാണ്. പെങ്ങൾക്ക് ഞങ്ങളോടൊന്നും തോന്നരുത്. വാടോ.
വത്തല അമ്മേ ചെറിയച്ഛൻ. അയ്യോ എന്നോടാ സിച്ചിന് വരാറ്. ശൈലജയുടെ ചേട്ടന്റെ കല്യാണത്തിന് ക്ഷണിക്കാൻ വന്നതാ. നമ്മൾ തമ്മിൽ പിണക്കുവാണെങ്കിലും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇത് കാണിക്കാതിരിക്കുക എന്നുള്ളതാണല്ലോ നാട്ടുകണപ്പ്. ചേട്ടനില്ലേ? അല്ല, ഒന്ന് വിളിച്ച തിരക്കേടില്ലായിരുന്നു. മാറ്റർ തെല്ലോ. എന്തുപറ്റി? ഞാൻ തെറ്റായിട്ടില്ല പറഞ്ഞോ? ഇല്ല, ചേട്ടൻ ഇവിടെ ഇല്ല. ഇല്ലേ? എവിടെ പോയി? അത് പറയേ ചേച്ചി. സുഖമായിട്ട്. ഭാഗം ചോദിക്കാൻ വേണ്ടി മൂപ്പര അങ്ങോട്ട് അയച്ചപ്പോ കല്യാണക്കാര്യം പറയാൻ വിട്ടുപോയി. അതുപോട്ടെ, സുഖമായിട്ടിപ്പോ എവിടെയുള്ളത്? പോലീസ് ലോക്കപ്പിലാണല്ലേ? എന്തു പറ്റി ചേച്ചി? എനിക്കറിയാവുന്ന എന്റെ ചേട്ടൻ വളരെ സത്യസന്ധനും മാന്യനൊക്കെയായിരുന്നു. ചേച്ചി ചേട്ടനെ മാറ്റിയെടുത്തു അല്ലേ? ഞങ്ങളെ തമ്മിലടുപ്പിച്ച് വിജയിച്ച മട്ടിലൊന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ അത് പോലീസ് ലോക്കപ്പിലേക്കുള്ള പോക്കായിരിക്കുന്നു തീരെ കരുതിയില്ല. ഇതിനു വേണ്ടിയായിരുന്നു ശൈലജയുടെ പുറത്ത് കുതിര കയറിയത്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന എന്റെ ചേട്ടനെ ഞങ്ങളിൽ നിന്ന് അകറ്റിയത്, ഞങ്ങളുടെ അമ്മയെ കണ്ണീര് കുടിപ്പിച്ചത്. മോഹനേട്ടാ, ഒന്നും നിങ്ങൾ മറന്നുപോയി. സുഖുവേട്ടൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഭർത്താവ് മാത്രമല്ല, അതിനു മുമ്പ് അദ്ദേഹം എന്റെ ചേട്ടനായിരുന്നു. പ്രസവിക്കുകയും മുലപ്പാല് കൊടുത്ത് വളർത്തുകയും ചെയ്ത ഒരമ്മയുടെ മകനായിരുന്നു. കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ പുരുഷനെന്ന് പറയുന്നവൻ ഭാര്യയുടെ മാത്രം പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്നാണ് നിങ്ങളെപ്പോലുള്ളവരുടെ വിചാരം. കുടുംബത്തിലുള്ള മറ്റുള്ളവർക്കും ബന്ധവും ഹൃദയവികാരവും സ്നേഹവും കൊണ്ട് മനസ്സിലാക്കാനുള്ള ബുദ്ധി ദൈവം നിങ്ങൾക്ക് തന്നില്ല. കല്യാണത്തിന് ക്ഷണിക്കാനൊന്നുമില്ല ഞങ്ങൾ വന്ന്. സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയവർക്ക് തിരിച്ചു വരാൻ മടി കാണുമല്ലോ. അതുകൊണ്ട് ചേച്ചി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വന്ന. സുഖുവേട്ടിന് കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ജോലി കിട്ടും. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് പലചരക്കട സജീവമായിട്ടങ്ങ് നടത്തും. സുഖുവേട്ടൻ കമ്പനിക്ക് കൊടുക്കാനുള്ള മുഴുവൻ പണവും ഞങ്ങൾ കൊടുത്തു. കേസിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. വീടിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി ഞാൻ കുറച്ച് കടത്തിലായിരുന്നു. സുഖുവേട്ടിന് പണം കൊടുക്കാൻ വേണ്ടി ഇവളുടെ ആഭരണങ്ങളൊക്കെ വിറ്റു. പണത്തിന് എന്ത് ചെയ്യുന്ന ആലോചിച്ച് വിഷമിച്ചിരുന്നപ്പോ ഇവള് തന്നെ പറഞ്ഞ ആഭരണങ്ങളൊക്കെ വിൽക്കാന്ന്. കുടുംബബന്ധത്തിന്റെ ശക്തി എന്ന് പറയുന്നത് മരുമക്കളായി വന്നു കയറുന്ന പെൺകുട്ടികളാണ്. അവരാവണം കുടുംബത്തിന്റെ ഐശ്വര്യം. டைலாகே இல்ல அவங்களுக்கு பத்துல நிறைய இது நேரம் அங்கதான் போயிருக்காரு பொழுது. இந்த மாதிரிலாம் உன் ஒய்ஃப் வந்துட்டா மச்சான் பண்ணுங்க. ഇമയമലൈ എന്റെ അമ്മയും സഹോദരങ്ങളും സ്നേഹമുള്ളവരായതുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഈ വാതിൽ അടച്ചില്ല. പക്ഷെ ഈ പടി ഇനി കയറുന്നതിന് മുമ്പ് നീ ചില തീരുമാനങ്ങൾ എടുക്കണം. ഞാനൊരു സാധാരണക്കാരനാണ്. അസൂയയും അത്യാഗ്രഹവും ഇല്ലാത്ത ഒരു സാധാരണ പെൺകുട്ടിയായിട്ട് നിനക്കിവിടെ കഴിയാൻ പറ്റുമോ? എങ്കിൽ മാത്രം ഇങ്ങോട്ട് കയറിയാൽ മതി. ആരും എന്നെ വെറുത്തിട്ടില്ല എന്ന് അറിഞ്ഞാൽ മതി എനിക്ക്. സുഖമാണ് ഈ വീട്ടിലെ കാരണവര്. ഞാനില്ലാത്ത കാലത്ത് ഒരമ്മയെ പോലെ ഇവരുടെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് നീയല്ലേ മോളെ? വരൂ. இப்போ அப்படி அவங்களுக்கு ஃபோக்கஸ் பண்றாங்க. ஓ அப்போ இதுதான் மீனா பாட்டு அதுதான் இது சத்யநந்திகள் எல்லாமே இப்போ அவங்க மேல இது பண்ணிட்டாங்க. ஆனா அவங்க சொல்றத கேட்டு இவரும் தானே ஆடி இருந்தாரு. யோசிச்சிருக்கணும்ல இவரும். பயம் இவர் எல்லாத்தையும் ஃபோக்கஸ்ஃபுல்லா ஊசி போட்ட மாதிரி இருக்கு. Right, I gotta find Ned and MJ. Thank you. I guess I'll see you. ஸோ வந்து மெயின்லி ஃபார் லேடிஸ் தான் இந்த மூவி. அது வந்து நியூக்ளியர் ஃபேமிலியா லைஃப்ல இல்ல அது வெற்றி நீ சொன்னல இவர் மேலேயும் தப்பு இருக்குது. இவரு அது வரைக்கும் இவர் கரெக்டா தான் இருந்துக்கிறாரு. புரியுதா? இவங்க வைஃப் கேக்குறாங்கன்னு எல்லாத்தையும் வாங்கி கொடுத்துக்கிறாரு. இல்ல ஆனா இவரும் ஒரு கேள்வி கேட்டது கூட அந்த இடத்துல யோசிக்கலாம்ல. இவரும் வந்து நிறைய கேட்கும் போது ரெஸ்ட்ரிக்ட் பண்ணிக்கணும். தேவையில்லாதது இதெல்லாம் அவங்க எப்படி கன்வின்ஸ் பண்ணாங்க? அந்த துணி கடை வெளியவே எப்படி கன்வின்ஸ் பண்ணாங்க? தலையில முந்தி அந்த சூட்சமத்தை அப்படியே நிறைய சிங்கா இருக்கணும். இது வந்து ப்ரிகாஷன் இது வந்து கண்ணீர் தான் பெண்களோட ஆயுதம். பில்லோ டவர் போட்டாங்கன்னா அவ்வளவுதான். இது வந்து டாக்கு கிடையாதுன்னு நினைக்கிறேன். பில்லோ ஸ்பெல்லுன்னு நினைக்கிறேன். மந்திரம். அதான் மந்திரம். அதான் இது வந்து
எப்போ ரிலீஸ் ஆன படம் இது? 1990. 90. எனக்கு எனக்கு இன்னொரு மேஜிக் இருக்கு. அதான் படம் வந்து சத்யராஜ் ஸ்ரீனிவாசன் இவங்க நம்பி இறங்கலாம். எனக்கு என்னன்னா படம் வந்து சூப்பரா இருந்தது. ஆனா வந்து இதுல அந்த ஒய்ஃப் வந்து அழுது அதெல்லாம் விட்டுறேன், அந்த இதெல்லாம் கழிச்சு விட்டுரு. அந்த காலனி ஒண்ணு வந்து ஸ்டில் இருக்கு, ஒண்ணுமே இருக்கு. இந்த கேட்டட் கம்யூனிட்டி அவங்க வந்து இப்போ நிறைய பரவி இருக்காங்க. எனக்கு அதுதான் தோணினே இருந்தது. ஏன்னா இப்போ நிறைய பேர் பார்த்தோன்னா இதெல்லாம் பண்ணுவாங்க. இப்போ இப்போ நீனா வெற்றி பக்கத்து வீட்டுல ஏதாவது பிரச்சனைன்னு வச்சுக்கோங்க, டப்புன்னு வந்து நிப்பாங்க, என்னப்பாச்சு வாப்பா போலாம்ப்பா வாப்பா. இப்போ போலீஸ் ஸ்டேஷன் வச்சவன ஏதாவது ஒரு பிரச்சனையில மாட்டினா கூட, தம்பி வாப்பா போலாம், ஏதோ தம்பி இப்போ போலீஸ் ஸ்டேஷன்ல உட்கார வச்சிட்டாங்க, நம்ம வா போயிட்டு என்னன்னு பார்த்துட்டு வரலாம் அப்படி சொல்லுவாங்க. ஆனா இந்த மாதிரிலாம் வந்து அந்த கேட்டட் கம்யூனிட்டியில மட்டும்தான் இருக்கும். இந்த மாதிரி நாங்க ஏன் வரணும், நீங்க போங்க, ஆனா பேசும்போது மட்டும் நல்லா பேசிப்பாங்க. ஒவ்வொருத்தருங்களும் அப்படியே மாறியும் பேசிப்பாங்க. அவங்க பார்த்தோன்னா அந்த இவங்க கம்யூனிட்டி எடுத்திருந்தாங்கல்ல, அவங்க அந்த ஜிஜி பத்தி பேசுறதோ அப்பதான் போனாங்க. அவங்க போனவனு இவ்வளவு பேசுறாள், இவ கதை தெரியுமா? நான் அப்புறமா சொல்றேன். ஆனா வந்து இது இன்னைக்கு என்னன்னா, நீயா நானா ஷோல வந்து இது பயங்கரமா இருந்தது. அந்த ஒரு ரீல்ஸ் பார்த்துருப்பேன், வாடகை வீட்டுல வந்து இருந்திருப்பாங்க, ஒய்ஃப் வந்து ஏதாவது பண்ணி சம்பாதிக்க, ஏதாவது பண்ண என்ன பண்ணோம் இல்ல, அவங்க வந்து சொல்லுவாங்க இந்த மாதிரி, சார் என்னால இப்போ வீட்டுக்கே வர முடியல சார், அந்த அளவுக்கு டென்ஷன் ஆகுது. ஏன் இல்ல சார் இஎம்ஐ கட்டணும், 2 ஷிஃப்ட் பாக்குறேன் இப்போ அப்படின்னு. ஏமா ஒரு 2 ஷிஃப்ட் பார்க்கணும்? இல்லை சார் வீடு சொந்த வீட்டில் இருந்தால் நம்மளுக்கு தானே கெத்து அப்படின்னு. வாடகை வீட்டில் இருக்கும் சந்தோஷமா இருந்தேன், சொந்த வீடு வாங்கன்னு தள்ளி விட்டது நீ, இப்போ வீட்டுக்கு வரமாட்டான்னு சொல்றதும் நீ, இப்போ நான் என்ன பண்ணணும் சொல்லு அப்படின்னு. ஸ்டில் எக்ஸிஸ்டிங், இன்னுமே எக்ஸிஸ்ட் ஆகும். இப்போ எல்லாம் நியூக்ளியர் ஃபேமிலி ஆயிடுச்சு. ஆனால் என்னன்னா இப்போ இதெல்லாம் நடக்குது. ஆனால் இந்த படத்தில் எப்படின்னா ஜாயிண்ட் ஃபேமிலி வந்து பிரிஞ்சு வந்து சண்டை போட்டு பிரிஞ்சு வந்து அந்த மாதிரி போகுது. இப்போ என்னன்னா தனியார் முடிஞ்சோடனே தனியாக வந்துடுறாங்க. ஆனால் அங்கே இந்த பிரச்சனை கிளைமேக்ஸ் தான் அவரும் கூட நின்று இது பண்ணிருக்கலாம். அப்படி பண்ணி அவர் மேல அந்த மந்திரத்துல இருந்திருக்காரு அவரு. இப்பதான் ஸ்பெல் ரிலீவ் ஆயிருக்கு. அதெல்லாம் அவரா சொன்னாங்க, வேற வழி இல்ல. அது நீ அப்படி இல்ல, ஒரு கிரெடிட் கார்டுல இருந்து எத்தனை கிரெடிட் கார்டு கட்டுறாங்க அந்த மாதிரி. ஏன்னா அவரும் தப்பு பண்ணிருக்காரு. ஆனா இப்போ அவரோட இது யோசிச்சு பாரு, ஸ்டார்டிங்ல இருந்து அவர் கரெக்டா இருந்தாரு. ஏன்னா வந்து அந்த மேஸ்திரி வந்து ஒரு பள்ளம் வந்து எக்ஸ்ட்ரா தோண்டிட்டான், அதுக்கு எக்ஸ்ட்ரா காசு நீ ஏன்டா அந்த தப்பு பண்ணுன்னு கேட்டாலு இப்போ தப்பு பண்றதுக்கு ரெடி ஆகிறாருன்னா அப்போ அவர் எவ்வளவு ஃபோர்ஸபிள் பிளேஸ்ல அவர் இருந்திருக்காரு. ஜெயராம் வந்து சொன்னார் பாரு, எங்க அப்பா வந்து அப்படி வளர்த்தாரு எங்களை, ஒரு பொய் கூட சொல்லாத மாதிரி அவரே இந்த மாதிரி நீங்க ஆக்கி வச்சுக்கிட்டீங்க. அதெல்லாம் வந்து இன்னொன்னு ஃபுல் ஃபோக்கஸ் அங்கேயே போயிடுச்சு, இவங்க மறந்து போயிட மாதிரி பேரலா கொஞ்சம் ஜெயராமையும் அவங்க இங்க எப்படின்னா இங்க வந்து அந்த இஎம்ஐ வந்து கட்டும் போது அவன் வந்து பேடா கேட்டான் பத்தி, அப்படியே பேரலா அந்த சைடு வந்து அவங்க அப்படியே அந்த இருக்கிற கொஞ்சம் காசுல சும்மா பீச் வரைக்கும் போயிட்டு வர்றது, அந்த மாதிரி கொஞ்சம் கடையில கொஞ்சம் ஒர்க் பண்றது, அந்த இது இவங்கெல்லாம் சேர்ந்து சாப்பிடுறது, உட்காந்து சந்தோஷமா சாப்பிடுறது, அந்த மாதிரி காட்டினாங்கன்னா சூப்பரா இருந்திருக்கும். இந்த சைடு வந்து டவுன் ஆகுது, அந்த சைடு அப் ஆகல, பட் அது அப்படியே கான்ஸ்டன்டா போகுது. சரி, நிறைய இருந்துச்சு, சுத்தமா காட்டல. அது என்ன, அது நல்ல ஒரு ஆப்போசிட்ல இருந்துச்சு. இவங்க டவுன் போறது அவங்க அப்பு காமி, அது நம்ம படம் ஆனா நல்லா இருந்துச்சு படம். அவங்கள அப்பு காட்டிருக்க தேவையில்லடா, அவங்க இருந்த இடத்துல ஸ்டேபிளா நின்னுந்தாங்க, அவங்க ஹாப்பியா இருக்காங்கன்னு காட்டியிருந்தாலே மெச்சூரான கப்பலா இருக்காங்க. ஆனா அது கரெக்ட் தான். இப்போ நம்மளுக்கு இன்ஸ்டால்மெண்ட் இப்போ நம்மளே அப்படித்தான் வச்சுக்கேன், என்கிட்ட காசு இல்லை, நான் ஒழுங்கா காசு இருக்கிற மாதிரி வச்சு வாழ்ந்துருப்பேன் நானு, தேவையில்லாத அவரு ரியலைசேஷன் 700 ரூபாயில நிம்மதியா வாழ்றது அப்படின்னு. அதுதான் சொல்றேன், 700 ரூபாய் வச்சிருக்க வந்து நல்லா வாழ்ந்துருக்கான், இவர் எவ்வளவு காசு வச்சுக்கிறாரு. அந்த ரஜினி டைலாக் ஒண்ணு இருக்கும்ல, காசு கம்மியா இருந்தா அதுக்கு நீ எஜமா, காசு அதிகமா இருந்தா அது உனக்கு எஜமான். ஒருவன் ஒரு முதலாளி. இந்த படத்துக்கு வந்து வரவே 8 நான் செலவு பண்ணாவே பக்காவா செட் ஆகும். அதுவும் கிட்டத்தட்ட ஊர்வசி இதே மாதிரி ஒரு கேரக்டர் தமிழ்ல பண்ணியிருக்காங்க. இந்த படம் பேர் பாத்தீங்கன்னா இரட்டை ரோஜா. இதுல வந்து ராம்கி இவங்க 2 பேரும் ஹஸ்பண்ட் அண்ட் ஒய்ஃப். ராம்கி வந்து கரெக்டான பட்ஜெட்ல வாழ்றாரு, ஆனா இவங்க வந்து ஃபுல்லா பில்டப். எந்த அளவுக்குனா ரோட்ல போயிட்டு இருப்பாங்க, ஃப்ரெண்டு பார்ப்பாங்க, ஃப்ரெண்டை பார்த்துட்டு பேசிட்டு இருக்கும்போது உங்க வீடு எங்கடி சொல்லி பக்கத்துல பெரிய பங்களா இருக்கும், எந்த வீட்டுல தாண்டி இருக்கு, கடைக்கு போயிட்டு வரேன்டி. அவன் ஒரு பாயிண்ட்டுக்கு மேல என்ன ஆகும், குஷ்பு இருக்காங்க, அவங்க வந்து ராம்கி மேல ஆசைப்படுவாங்க, ஆனா செம பணக்காரங்க. ஸோ ஊர்வசி என்ன பண்ணோம், குஷ்பு கல்யாணம் பண்ணி வச்சிருக்கோம் ராம்கிக்கு பணத்துக்காக. அப்புறம் இவங்க 2 பேரும் க்ளோஸ் ஆகி செம்மையா இருக்கும் படம். இவங்க 2 பேரும் க்ளோஸ் ஆயிடுவாங்க.
அப்புறம் ஊர்வசி வந்து ரியலைசேஷன்னா அவங்களுக்கு வந்து அந்த எமோஷன் கிடைக்காது. இன்னும் இவங்க 2 பேரும் நல்லா ஒரு எமோஷன் கனெக்ட் இருப்பாங்க. அப்போ வந்து ராம்கி நல்லா செருப்பால் வச்ச மாதிரி கேள்விதான் கேட்பாரு. ஆனா இதுல நிறைய இடத்துல வந்து நீ கேட்ட ஒரு வார்த்தை செருப்பால் வச்ச மாதிரி இருந்தது. சூப்பரா இருக்கும் அந்த படம் இரட்டை ரோஜா. இதுல வந்து ஊர்வசியோட ஆக்டிங் வேற லெவல்ல இருக்கும். இந்த 2 படம் பாருங்க, இரட்டை ரோஜா அண்ட் வரவு 8னா செலவு. இதுலயுமே அவங்களுக்கு அரௌண்ட் 20 ஏஜ் தான் இருக்கும், 20 to 25 தான் இருக்கும். பட் ஆக்டிங் லெவல் வந்து வேற. இது யூடியூப்ல இருக்கு இரட்டை ரோஜா. இதுல ஊர்வசி அவங்க பில்டப் கொடுக்குறதுலாம் செம்மையா இருக்கும். அந்த படத்துல செயின் போட்டு செயின்ல கை வச்சுட்டு தான் பேசுவாங்க, செம்மையா இருக்கும். ஒரு குவிஸ் காம்படிஷன் நடத்துவாங்க. உங்களுக்கு இவர்கிட்ட கேட்பாங்க, உங்களுக்கு என்ன லக்ஷ்மி வந்து பிடிக்கும்? தைரிய லக்ஷ்மி, வாழ்க்கைக்கு தைரியம் தான். ஊர் இல்லைங்க, தப்பு, லக்ஷ்மி தான் நம்மளுக்கு. 2 படமும் யூடியூப்ல. ஆமா, யூடியூப்ல இருக்கு பாருங்க, செம்ம மூவி இது. இப்போ வந்து இந்த படமா தலையண மந்திரம் எல்லாருக்கும் ஒரு பாடம், வேக்கப் கால். இது வந்து ப்ரிகாஷன். ஒரு மைண்ட்ல நீ வாழ்ந்துட்டு இருக்க, அந்த மைண்ட்லயே நீ வாழ்ந்தா சர்வைவ் ஆயிடுவ. அப்படி கொஞ்சம் எக்ஸ்ட்ரா கொஞ்சம் கண்ண ஓகே பண்ணி பாப்போம் அப்படின்னு சொல்லிட்டு கால் இது வந்து நீ ரிவ்யூல இருக்கிற உனக்கோ இல்ல வெற்றிக்கோ தவிர தான் என்ன பண்ணுவீங்க? இமயமலை போயிடுவாங்க, சைனா போகும், சிங்கப்பூர் பக்கம். நீ என்ன பண்ணுவ? நான் தூக்க மாட்டேன். இந்த படமும் லாஸ்ட் இதுதான் போடல. ஓகே, இதுக்கும் நிறைய ஓட்ஸ் வந்துச்சு, பட் ஒண்ணும் பண்ண முடியாது. ஆனா எங்களுக்கு இந்த படம் தான் பிடிக்கும். நல்லா இருந்தது. அந்த போல்ல வந்து 3 படம் பார்த்துட்டோம். ஸோ வந்து இந்த படம் எனக்கு பிடிச்சிருக்கு. இன்னொரு படம் டெக்னிக்கல் இஷ்யூல இருக்கு, துருவமும் எனக்கு ரொம்ப பிடிச்சிருந்துச்சு. இன்னும் நம்ம ஒரு படம், அந்த படம் தான் வந்து வினோத யாத்ரா பார்க்கலாம் கூடி சீக்கிரம். ஸோ அண்ட் அதர் சத்யன் அந்திகாட் அண்ட் ஸ்ரீனிவாசன், இட்ஸ் 100% ஷூர் ஹிட்னு வைக்கல, ஷூர் ஷாட் மூவி. இப்போ நம்ம ஏஜ் இல்லைலாம் வந்து நம்ம ஆக்ஷனு, ஒரு டெக்னிக்கல் மூவி, ஒரு சஸ்பென்ஸ், அந்த மாதிரி ஒரு லேயர்டு மூவி பிடிக்கும் அப்படின்னா அந்த டைம்லேயே இந்த மாதிரி ஒரு மூவி எடுத்து அது ஒரு 30 வருஷம் கழிச்சு பார்க்கும்போது ஃப்ரெஷ்ஷாக இருக்குது அப்படின்னா தட்ஸ் அச்சீவ்மெண்ட், லைஃப் டைம். ஆனால் ஆஸ் அ பேச்சுலராக பார்க்கும் போது கூட அது சிங்க் ஆகி வருது இல்லை. ஸோ தட்ஸ் வாட் மூவி எவர் கிரீன் மூவி சொல்லுவாங்க. அதுதான். ஸோ ஓகே கைஸ், நம்ம வந்து அடுத்து ஒரு சத்யன் அந்திகாட் அண்ட் ஸ்ரீனிவாசன் எல்லாமே சூப்பர் மூவிஸ் தான், நல்லா இருந்தது. ஓகே, நம்ம அடி வாங்காமல் இருக்கோம் கொஞ்சம் நாளா, நல்ல மூவிஸாக பார்த்துட்டு இருக்கோம். போன வாரம் வேற லெவல், எல்லாமே வேற லெவல். ஆமாம், போன வாரமும் நல்ல மூவிஸ், எல்லாமே நல்ல மூவிஸ். ஸோ கேஸ், நம்ம இன்னொரு வீடியோவில் இன்னொரு அருமையான மூவி பார்க்கலாம். ஆன்றது சுதை பரத் சைனிங் ஆஃப்.